ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷിക്കാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴൊക്കെയാണല്ലോ നമുക്കൊരു സംതൃപ്തി തോന്നുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികതയും അതുമായിട്ട് ബന്ധപ്പെട്ട ആകർഷണവും. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അവർക്ക് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകൾ കാണിക്കുന്ന ചില പെരുമാറ്റ രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോഴും പരിചയപ്പെടുമ്പോഴുമൊക്കെ പലതരത്തിലുള്ള ഫീലിങ്സ് ആണല്ലോ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും, അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നും. ചിലരോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഫീൽ ചെയ്യും, ഒരു ഇഷ്ടം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യും. ഈ ഇഷ്ടത്തിനകത്ത് തന്നെ പല വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ചിലരോട് നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേക കാമപരമായ ഇഷ്ടമാണ്. ഈ കാര്യത്തിൽ പുരുഷന്മാർക്ക് തോന്നിയ അതേ ഫീലിങ്സ് സ്ത്രീകൾക്കും തോന്നാറുണ്ട്, പക്ഷേ കുറച്ച് പേരോടെ ഉള്ളൂ കേട്ടോ. ഇതൊരു വ്യക്തി മനഃപൂർവ്വം ചെയ്യുന്നതല്ല കേട്ടോ, അവരിൽ അറിയാതെ സംഭവിക്കുന്നതാണ്. ഇത് ഏത് കാറ്റഗറിയിലുള്ളവരോടാണെന്ന് പറയാനും പറ്റത്തില്ല, ആരോടും ആകാം. ഒരു സ്ത്രീയുടെ സാഹചര്യവും ജീവിതശൈലിയും പോലല്ല മറ്റൊരാളിൻ്റെ, അറിയാമല്ലോ. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തുറന്ന് പറയാറില്ല. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു പുരുഷനോട് അങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പുരുഷനെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിലേക്ക് കയറി വരാറുണ്ട്. എന്നുവെച്ചാൽ ഇവരെ മനസ്സിനകത്തിട്ടൊന്ന് പാകപ്പെടുത്താൻ നോക്കും, എങ്കിലേ ഒരു പ്രത്യേക സംതൃപ്തിയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് മെസ്സേജ് അയയ്ക്കുക, ഫോൺ വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവർക്ക് അവനിൽ നിന്ന് അറിയാനുണ്ട്. പ്രത്യേകിച്ചും അവൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരോടുള്ള മനോഭാവം എന്താണ്, ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ അവർക്കറിയാൻ പറ്റും. എന്നുവെച്ചാൽ അവർക്ക് തോന്നിയ ആകർഷണം പോലെ തിരിച്ചു കൊണ്ടോന്ന് അറിയണമല്ലോ. അതുപോലെ ആകർഷിപ്പിക്കാനായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. മാക്സിമം നന്നായിട്ട് അവൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക, അതുപോലെ നല്ല ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുക. മാത്രമല്ല അതിനെപ്പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാനും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവരുടെ റെസ്പോൺസും അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും. ഇങ്ങനൊരു ആകർഷണം ഒരാളോട് തോന്നണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ പല കാരണമുണ്ട് കേട്ടോ, എല്ലാവരോടും തോന്നത്തില്ല. ആ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാരീരികം മാത്രമല്ല, മാനസികമാണ്. അതുകൊണ്ടായിരിക്കാം ഇവരെ നേരിട്ട് കാണുന്ന സമയത്ത് ഒരു വല്ലാത്ത സന്തോഷവും ആകാംക്ഷയൊക്കെ ഫീൽ ചെയ്യും. സംസാരിക്കുമ്പോഴാണെങ്കിലും കുറച്ച് അടുത്ത് നിൽക്കുന്ന ഇഷ്ടമാണ്. ഇടയ്ക്കൊക്കെ മുഖം ഉയർത്തി ഒരു പ്രത്യേക നോട്ടം നോക്കും. ഈ സമയത്തുള്ള ചെറിയ സ്പർശനങ്ങളൊക്കെ അവർ ആസ്വദിക്കാറുണ്ട്. പിന്നൊരു കാര്യം അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ തന്നെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണെന്നൊക്കെ അവർക്കറിയാൻ ആകാംക്ഷയുണ്ട്. അതുപോലെ ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർ കുറച്ച് പ്രാക്ടിക്കലായിരിക്കും കേട്ടോ. അതുകൊണ്ട് പുരുഷനുമായിട്ട് കൂടുതൽ അടുക്കാനും മിങ്കിൾ ചെയ്യാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇഷ്ടപ്പെട്ട പുരുഷനുമായിട്ട് ഒന്നിച്ച് യാത്ര പോകുന്നത്, ആ സമയത്ത് മുട്ടി ഒരുമി ഇരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സംതൃപ്തിയാണ്. ഇനി ഇങ്ങനൊരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്തിട്ട് പുരുഷനത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു വല്ലാത്ത നിരാശയായിരിക്കും. അതുപോലെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഒരു വല്ലാത്ത ആഗ്രഹമാണ്. സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് താല്പര്യമില്ലാത്ത പുരുഷൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് വല്ലാത്ത ഇറിറ്റേഷനും ദേഷ്യവും തോന്നും. എന്നാൽ ഈ രീതിയിൽ ഇഷ്ടമുള്ള ഒരാൾ എന്തെങ്കിലും കുരുത്തക്കേട് പറഞ്ഞാലും അവർ മറ്റൊരു കാഴ്ചപ്പാടില്ല അതിനെ കാണുന്നത്. ഞാനിത് പറയാൻ കാരണം ഇഷ്ടപ്പെട്ട ആളിനോട് എല്ലാ കാര്യത്തിനും ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ആരും കാണാത്തപ്പോൾ ഇവരെ നോക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഈ സമയത്ത് അവരുടെ മനസ്സെന്താണെന്ന് കണ്ണുകളിൽ കൂടി അറിയാൻ പറ്റും. തന്നെയല്ല, ഈ സമയത്ത് അവരുടെ മനസ്സ് ഇടയ്ക്കൊക്കെ യോനി ഭാഗത്ത് പോകാറുണ്ട്. എന്നുവെച്ചാൽ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ സാമീപ്യം ആ ഭാഗത്ത് ഒരു പ്രത്യേക സ്പന്ദനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇഷ്ടങ്ങൾ തന്നെ പല രീതിയിലുള്ളതുണ്ടെന്ന്. ഞാനീ പറയുന്ന കാമപരമായ ഇഷ്ടമുണ്ടല്ലോ, ചില സ്ത്രീകൾക്ക് പങ്കാളിയോടായിരിക്കും തോന്നുന്നത്. അങ്ങനെയാണെങ്കിലും ചില സാഹചര്യത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. രണ്ട് സ്ഥലത്താണെങ്കിലും എത്രയും പെട്ടെന്ന് വരാനും കാണാനും കൊതിക്കും. ഇഷ്ടപ്പെട്ട പുരുഷൻ ആരായാലും അവരുടെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥതയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നറിയണം. മാത്രമല്ല നിങ്ങളുടെ പേരിൽ ചെറിയൊരു സംശയവും ആശങ്കയൊക്കെ കാണും. മറ്റ് സ്ത്രീകളുമായിട്ട് ഈ രീതിയിൽ പോകുന്നതും സംസാരിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു, അവരതിനകത്ത് പൂർണ്ണമായും തൃപ്തയാണെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹവും ആശങ്കയും സംശയവും ഒക്കെ കൂടും. തന്നെയല്ല നിങ്ങളെ കെയർ ചെയ്യുന്നത് കൂടുതലായിരിക്കും.
അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതുപോലുള്ള സ്നേഹത്തിന് ലൈംഗികതയായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആരോഗ്യമുള്ളൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ അടുക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഊർജം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഊർജമാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന അടയാളങ്ങളുണ്ടല്ലോ, ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് വ്യത്യാസം വരും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.